ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 328. നമ്മളിന്ന് കാണ്ഡം 7 അനുവാദം 4 സൂക്തം 50 നോക്കുന്നത്. ഇത് ചൂതുകളിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ചൂതുകളി എന്ന് പറയുന്നത് നമ്മളിന്ന് ചൂതുകളിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ചൂതുകളി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അധ്വാനിച്ചത് സാധാരണ അധ്വാനിച്ചിട്ടൊന്നും ചെയ്യാൻ വയ്യ. വല്ലവരും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തട്ടിയെടുക്കുക, ചുടൂല് കള്ളക്കളികളെല്ലാം കളിച്ചിട്ട് അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചൂതുകളി. പാണ്ഡവരെ പാടുപെട്ട് ഒരു നല്ലൊരു കൊട്ടാരം പടുത്തപ്പോൾ ചൂത് കളിച്ചിട്ട് കള്ളച്ചൂതിലൂട്ടി അത് അടിച്ചു മാറ്റി. പണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് TV എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതെല്ലാം മതിയാക്കി. എല്ലാ പണ്ട് എത്ര TV ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അതെല്ലാം പൂട്ടിയിട്ട് വല്ലവരും പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന വാങ്ങിയിട്ട് ലേബിൾ ഓട്ടിച്ചിട്ട് തോന്നുന്ന പൈസക്ക് വിൽക്കുക. ഒന്നും അധ്വാനിക്കാൻ വയ്യ. അല്ലെങ്കിൽ എന്തെങ്കിലും പണം നിക്ഷേപിച്ചിട്ട് അത് ഇരട്ടിയായിട്ട് ഇങ്ങ് വരണം. അധ്വാനിക്കാനൊന്നും പോയിട്ടില്ല. എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുക, ഇരട്ടി കിട്ടുക. ഇതെല്ലാം ചൂതുകളി. അപ്പം അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പിന്നാലെ ഇപ്പം നമ്മൾ കുറേ പണ്ട് കുതിര റേസെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ലോട്ടറി ടിക്കറ്റിലൂടെ എത്ര പണമാണ് ഒരാൾ കളയുന്നത്, എന്താ കിട്ടുന്നത്. മറ്റേ ഷെയർ മാർക്കറ്റ് എല്ലാം ഒരു തരം ചൂതുകളി തന്നെയാണ്, അല്ലാതെ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എന്താണ് അതിനെപ്പറ്റി പറയുന്നതെന്ന്, അതിൻ്റെ പേരിൽ തന്നെയാണ് മഹാഭാരത യുദ്ധമെല്ലാം നടന്നത്. അപ്പം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുവാകം 4 സൂക്തം 50. ഋഷി അംഗിരസ് ദേവത ഇന്ദ്രൻ ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് ജഗതി യഥാ വൃക്ഷമശനിർവിശ്വാഹ ഹന്ത്യപ്രതി ഏവാഹമദ്യ കിതവാനർവക്ഷധ്യാസമപ്രതി തരുണാമധുരാണാം വിശാമബർജുഷീണാം സമൈതു വിശ്വതോ ഭാഗോ അന്തർഹസ്തം കൃതം മമ ഈടേ അഗ്നിം സ്വാവസും മമോഭിരിഹ പ്രസക്തോ വിജയത്സ്കൃതം ന രഥൈരിവ പ്രഭരേ വാജയദ്ഭി പ്രദക്ഷിണ മരുതാം സ്തോമമൃധാം അസ്മഭ്യമിന്ദ്രവരീയ സുഖം കൃതി പ്രശത്രുണാം മഘവൻ വൃഷ്ണ്യാരുജ അജൈഷം ത്വാം സംലിഖിതമജേഷവ്രത സംരുധം അവിവൃക്കോ യഥാമധദേവാമസ്നാമി തേ കഥം ഉത പ്രഹാമതിദേവായ ജയതി കൃതമിവ ശ്വക്നേ വിചിനോതി കാലേ യോ ദേവകാമോ ന ധനം രുണധി സമിത് തം രായ സുജതി സ്വാധാഭി ഗോഭിഷ്ടരേ മാമതിം ദുനേവാം യവേന വാക്ഷുധ പുരുഹൂത വിശ്വേ വയരാജസു പ്രഥമ ധാനാന്യരിഷ്ഠാസോ വൃജനീഭിർജയേയം കൃതം മേ ദക്ഷിണേ ഹസ്തേ ജയോ മേ സവ്യ ആഹിത ഗോജിത് ഭൂയാസമശ്വജിത് ധനം ജയോ ഹിരണ്യജിത് അക്ഷാ ഫലവതീം ധ്രുവം ദത്ത ഗാം ക്ഷീരിണീമിവ സമാകൃതസ്യ ധാരായ ധനു മ്നാവ്നേന നഹ്യത്. വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് പോലെ ചൂതുകളിക്കാരെ കരുക്കൾ വഴി ഇന്ദ്രൻ നശിപ്പിക്കുന്നു. വേഗതയുള്ള ചൂതുകളിക്കാരിലും വിളംബം വരുത്തുന്നവരിലും ഞാൻ ശ്രേഷ്ഠനായിട്ട് നിലകൊള്ളും.
ഞാൻ സത്കർമ്മ കരുവാകുന്നു. സ്തുതിക്കുന്നവരിൽ ദാനിയെ ഞാൻ സ്തുതിക്കുന്നു. അവൻ അവന്റെ കരു എനിക്ക് ദാനം നൽകട്ടെ. രഥങ്ങൾ അക്ഷം വഴി എന്ന പോലെ ഞാൻ ശത്രുവിന്റെ ധനത്തെ പ്രാപിക്കും. ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ ഞാൻ സ്വീകരിക്കുന്നത് വിജയിക്കണേ. ഞങ്ങളോട് ചൂതുകളിക്കാൻ വരുന്നവരെ തോൽപ്പിച്ചിട്ട് നമുക്ക് ധനം നൽകുക. ഞങ്ങളുടെ ശത്രു പരാജയപ്പെടണേ. ഞാൻ ശത്രുവെ ജയിച്ചു. ചെന്നായ മതിക്കുന്ന പോലെ നിന്നിൽ ഞാൻ മതിക്കും. നല്ല കളിക്കാരൻ അവന്റെ എതിരാളിയെ തോൽപ്പിച്ച് വിജയിക്കുന്നു. കാരണം അവൻ ദേവകൾക്കായിട്ട് ധനം വിനിയോഗിക്കുന്നു. അല്ലയോ ഇന്ദ്ര, യവം മുതലായവയാല് നമ്മുടെ വിശപ്പടക്കണേ. ചൂതുകളിക്കാരെ തോൽപ്പിച്ചിട്ട് വിജയം നേടാൻ കഴിയണേ. എന്റെ ദക്ഷിണഹസ്തത്തിൽ പുരുഷാർത്ഥവും വാമഹസ്തത്തിൽ വിജയവുമാണ്. ഈ കരുക്കളാൽ ഞാൻ ഭൂമി, ധനം, സ്വർണം, ഗോക്കൾ, അശ്വങ്ങൾ മുതലായവ പ്രാപിക്കണേ. ഈ കർമ്മത്താൽ എന്നെ പുരുഷാർത്ഥത്താൽ ബന്ധിച്ച് എന്നെ വിജയിപ്പിക്കണേ. ഇടിമിന്നൽ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് പോലെ ചൂതുകളിക്കാരെ കരുക്കൾ വഴി ഇന്ദ്രൻ നശിപ്പിക്കുന്നു. ഇന്ദ്രൻ എപ്പോഴും ചൂത് കളിക്കുന്ന ആൾക്കാരെ നശിപ്പിക്കും. അതായത് ഇന്ദ്രൻ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷത്താണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിപ്പം ചൂതുകളിയാണെങ്കിലും അവിടെയും ആക്ട് ചെയ്യുന്നത് ഇന്ദ്രൻ തന്നെയാണ്. കളിക്കുന്ന ആളെ പക്ഷത്ത് ആക്ട് ചെയ്യുന്നത് ഇന്ദ്രനാണ്. മറ്റേ ആളെ പക്ഷത്തു നിന്നുകൊണ്ട് കളിക്കുന്നത് ഇന്ദ്രനാണ് ആ കരു വെച്ചിട്ട്. പക്ഷെ കിട്ടുന്നത് ഇന്ദ്രൻ നിൽക്കുന്ന പക്ഷക്കാരനാണ് ജയിക്കുക. ഇവിടെ പറയുന്നത് ചൂതുകളിക്കാരെ പൊതുവെ ഞാൻ നശിപ്പിക്കും. ഇടിമിന്നൽ, ഒറ്റ ഇടിമിന്നൽ വീണ വൃക്ഷം നശിക്കുന്നത് പോലെ ചൂതുകളിക്കാരെ ഞാൻ എപ്പോഴും നശിപ്പിക്കും. പക്ഷേ ആ ചിന്തയുള്ളവരെ എപ്പോഴും നശിക്കുക തന്നെ ചെയ്യുക. ചൂതുകളിയിലൂടെ ആരും നേടാൻ പോകുന്നില്ല. വല്ലവനെ അപ്പം കിട്ടിയെന്ന് വരും. അധികപക്ഷവും എല്ലാവർക്കും നഷ്ടം തന്നെ. 99% പേർക്ക് നഷ്ടമാണ്. ഒരുത്തന് ചിലപ്പം കിട്ടുമായിരിക്കും. അപ്പം പൊതുവെ എല്ലാവരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 99 പേരെ നശിപ്പിച്ചിട്ട് ഒരാൾ രക്ഷിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നാശം തന്നെയാണ് ഫലം. അതുകൊണ്ട് ചൂതുകളിക്കാരെ ഇന്ദ്രൻ നശിപ്പിക്കുന്നു. വേഗതയുള്ള ചൂതുകളിക്കാരനിലും വിളംബം വരുത്തുന്നവനിലും ഞാൻ ശ്രേഷ്ഠനായി നിലകൊള്ളുന്നു. എത്ര സമർത്ഥമായിട്ട് കളിക്കുന്ന കളിക്കാരനായാലും വലിയ കളിയൊന്നും അറിയാത്തവനായാലും അവിടെയെല്ലാം കളിക്കുന്നത് കരു എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്, നീക്കുന്നത് ഇന്ദ്രനാണ്. ഇപ്പം രണ്ടുപേരുടെ ഇടക്കാണ് ഇന്ദ്രൻ കയറിയിട്ട് നിന്നിട്ട് കരുക്കളെ നീക്കുന്നത്. എത്ര പ്രഗത്ഭനായാലും ചിലപ്പോഴും ഒന്നും അറിയാത്തവനായാലും കളിയിൽ ചിലപ്പോൾ ഇവൻ ജയിച്ചെന്നും വരും. അതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ഇന്ദ്രനാണ് തീരുമാനിക്കുന്നത്. ഞാൻ സൽക്കർമ്മ കരുവാകുന്നു. അപ്പോൾ ഇവിടെ ഋഷി എഴുതുന്ന ആൾ പറയുകയാണ്, ഞാൻ സൽക്കർമ്മം ചെയ്യുന്ന കരുവാകുന്നു. ഞാൻ ഈ ചൂതുകളിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ശ്രേഷ്ഠമായ കരുവിലാണ്. എല്ലാം കരുവെച്ചിട്ടാണല്ലോ, തന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഇവിടെ ചൂല് പണം അടിച്ചു മാറ്റുന്ന കരു. അപ്പം ഞാൻ സൽക്കർമ്മ കരുവാകുന്നു. സ്തുതിക്കുന്നവരിൽ ദാനിയെ ഞാൻ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നവരിൽ ദാനിയെ ഇന്ദ്രൻ സ്തുതിക്കുന്നു. ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഇന്ദ്രൻ സ്തുതിക്കുന്നു. അതായത് ദാനം ചെയ്യുക, സ്തുതിക്കുക, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുക, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സേവനങ്ങൾ ദാനം ചെയ്യുക. അങ്ങനെയുള്ളവനാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ളവനെയാണ് ഇന്ദ്രൻ സ്തുതിക്കുന്നത്. അവൻ്റെ കരു എനിക്ക് ദാനം നൽകട്ടെ. അങ്ങനെയുള്ളവർ കരു അവൻ്റേതായ കർമ്മങ്ങളെല്ലാം എനിക്ക് ദാനം നൽകട്ടെ. രഥങ്ങൾ അശ്വം വഴി എന്ന പോലെ ഞാൻ ശത്രുവിൻ്റെ ധനത്തെ പ്രാപിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നീതിമാനായിട്ട് ശരിയായ നിലയിൽ കർമ്മം ചെയ്യുന്നവർക്ക് അവൻ്റെ കരുവിനെ ശരിയായ നിലയിൽ ഞാൻ നയിച്ചിട്ട് ധനം അവന് നേടിക്കൊടുക്കും. ഇന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സ്വീകരിക്കുന്നത് വിജയമാണ്. അങ്ങനെ ഇന്ദ്രൻ്റെ സഹകരണം നമുക്കുണ്ടെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്താൽ, ഏത് കരു ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്താലും അതിൽ
വിജയം വരിക്കും. പക്ഷേ ചൂതുകളിയിലെ കരുവല്ല. ഇവിടെ കരു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും കരുക്കൾ നീക്കിയിട്ട് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ചൂതുകളിയിലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തട്ടിയെടുക്കുന്ന പരിപാടി. ഞങ്ങളോട് ചൂത് കളിക്കാൻ വരുന്നവരെ തോൽപ്പിച്ച് നമുക്ക് ധനം നൽകും. ചൂത് കളിക്കാൻ വരുന്നവരാണെങ്കിൽ അവരെ നമ്മൾ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ചൂതുകളി എന്ന് പറയുന്നത് തെറ്റായ ഒരു പരിപാടിയാണ്. വല്ലവൻ്റെയും പണം തട്ടിയെടുക്കാൻ വേണ്ടി നടക്കുന്നവരെ ഞാൻ തോൽപ്പിച്ച് അവൻ്റെ ധനം തട്ടിയെടുക്കുമെന്ന് പറയാം. അതായത് നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിൽ കർമ്മം ചെയ്യണം, അല്ലാതെ ചുടുവിൽ പണം ഉണ്ടാക്കാൻ നടക്കരുത്. അവർ പെട്ടെന്ന് തോൽക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും പണം എളുപ്പത്തിൽ കിട്ടുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണം പോവുകയും ചെയ്യും. ഞങ്ങളുടെ ശത്രു പരാജയപ്പെടണേ. അപ്പം ചൂത് കളിക്കാൻ നടക്കുന്നവർ പരാജയപ്പെടണേ. നമ്മൾ നേരായ കരു നീക്കിയിട്ട് കർമ്മം ചെയ്യുന്നവരാണ്. ചൂത് കളിക്കാൻ വരുന്നവരെ പരാജയപ്പെടണേ. ഞാൻ ശത്രുവെ ജയിക്കും. അങ്ങനെ ചൂത് കളിക്കാരെ ഞാൻ ജയിക്കും. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം നടന്നത് തന്നെ ഒരു വർഷത്തെ ചൂത് കളിക്കാരാണ് കൗരവർ, മറ്റേ വർഷത്ത് ധർമ്മപുത്രരും പാർട്ടികളും. ചെന്നായ മധിക്കുന്ന പോലെ നിന്നിൽ ഞാൻ മധിക്കും. അത് ശത്രുക്കളുടെ നേരെ ഞാൻ, അതായത് ചൂതികളിക്കാരുടെ നേരെ ഞാൻ മധിക്കും എന്ന് പറയുകയാണ്. അവരെ ഞാൻ ഇല്ലാതാക്കും. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിലെ ആ അവസ്ഥ തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത്. നല്ല കളിക്കാരൻ അവൻ്റെ എതിരാളികളെ വിജയിക്കുന്നു. എപ്പോഴും നല്ല കളി കളിക്കുന്നവരെ എതിരാളികളെ തോൽപ്പിക്കും. നല്ല കളിക്കാർ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനനുസരിച്ച്, അവസാനം ധർമ്മമാർക്ക് തന്നെയാണ്, ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ചൂത് കളിക്കാർക്കല്ല. അത് ആദ്യമായി പറഞ്ഞു കഴിഞ്ഞു, ചൂത് കളിക്കാരെ ഇന്ദ്രൻ നശിപ്പിക്കുന്നു. അപ്പം നല്ല ശരിയായ നിലയിൽ കർമ്മം ചെയ്യുന്നവരെ അവരുടെ പക്ഷത്താണ് ഇന്ദ്രൻ. അവർ എതിരാളികളെ പരാജയപ്പെടുത്തും. കാരണം അവർ ദേവകൾക്കായി ധനം വിനിയോഗിക്കുന്നു. കാരണം അവർ അവരുടെ പണം സ്വന്തം പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ദേവകൾക്കായി, ലോക പുരോഗതിക്കായിട്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അപ്പം പ്രകൃതിക്കായിട്ടാണ് അവർ അവരുടെ പണം വിനിയോഗിക്കുന്നത്. നല്ല ആൾക്കാർ കർമ്മം ചെയ്യുന്നത് ലോക പുരോഗതിക്ക് വേണ്ടിയാണ്. ചൂത് കളിക്കാർ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലയോ യന്ത്ര യവം മുതലാവിയാൽ നമ്മുടെ വിശപ്പടക്കണം. അതായത് നമ്മൾ ഇന്ദ്രനോട് പറയാണ്, എനിക്ക് വിശപ്പടക്കാൻ വേണ്ടിയുള്ള കർമ്മമാണ് ധനമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യജ്ഞം ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എനിക്കെന്ത് വേണം? എൻ്റെ ആവശ്യം നിറവേറി കിട്ടണം, വിശപ്പടക്കണം. എന്നിട്ട് ബാക്കിയുള്ള എൻ്റെ സേവനം മുഴുവൻ ലോകത്തിനാണ്. ചൂത് കളിക്കാരെ തോൽപ്പിച്ച് വിജയം നേടാൻ കഴിയണേ. ഞാൻ എന്ത് വേണം? ചൂത് കളിക്കാരെ തോൽപ്പിക്കണം. നാട്ടിൽ നിന്ന് ചൂതുകളി, ഇങ്ങനെ എളുപ്പത്തിൽ പണം തട്ടിയെടുക്കാനുള്ള പരിപാടിയുള്ള ആൾക്കാരെ നശിപ്പിക്കണം. കള്ളന്മാരെല്ലാം ഇതിൽപ്പെട്ട ആൾക്കാരാണ്. വല്ലവനും അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം ചൂടിൽ അടിച്ചെടുത്ത് കൊണ്ടുപോകുക. അതിൽ തന്നെയാണ് അവസാനം മഹാഭാരത യുദ്ധത്തിൽ, അല്ലെങ്കിൽ നമ്മളിന്ന് 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നത്. എൻ്റെ ദക്ഷിണഹസ്തത്തിൽ പുരുഷാർത്ഥവും വാമഹസ്തത്തിൽ വിജയവുമാണ്. പുരുഷാർത്ഥങ്ങൾ അനുസരിച്ചാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ സ്ഥലത്തിലാണ്, ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കർമ്മം ചെയ്തിട്ട് വിജയം നേടുന്നത്. ഈ കരുക്കളാൽ ഞാൻ ഭൂമി, ധനം, സ്വർണം, ഗോക്കൾ, അശ്വങ്ങൾ, മുലാവ പ്രാപിക്കുന്നു. ശരിയായ കരുക്കൾ, ഈ കരുക്കളാൽ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന കരുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുകയും അതിലൂടെ ഞാൻ ഭൂമി, ധനം, സ്വർണം, ഗോക്കൾ, അശ്വങ്ങൾ, മുലാവ പ്രാപിക്കുകയും ചെയ്യണം. ഈ കർമ്മത്താൽ എന്നെ പുരുഷാർത്ഥത്താൽ ബന്ധിച്ച് എന്നെ വിജയിപ്പിക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ അധ്വാനിച്ചിട്ട് ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാൻ ജീവിക്കണം. അല്ലാതെ ചൂതുകളിലൂടെ വല്ലവൻ്റെയും പണം തട്ടിയെടുക്കുന്ന ശൈലി എന്നെ നയിക്കരുത് എന്ന് പറയുകയാണ്.